എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം, ഒരുപാട് പേര് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോവാണ്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും അത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്നത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ ആൾക്കാർ സാധാരണഗതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന പല മെത്തേഡ്സിലൂടെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഡിവൈൻ ആയിട്ടുള്ള, ഒരിക്കലും ഇത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നടക്കും. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പേരിൽ ഇതങ്ങ് നമ്മൾ കയറ്റും അല്ലേ? അങ്ങനെയല്ല, നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ഇതിനകത്ത് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഭാവം ഉണ്ടാവുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവൊക്കേഷൻ. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇൻവൊക്കേഷനകത്ത് ഒരു സബ് ഡിവിഷൻ വരും, അതാണ് ഞാൻ പറയാം. അപ്പോൾ അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള ഈ ഗ്രൂപ്പിൻ്റെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം. കമ്മ്യൂണിറ്റി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം എൻ്റെ അടുത്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചോദിക്കാം. അവിടെ നമ്മൾ എക്സ്ട്രാ ഈ എന്താ പറയുക, യൂട്യൂബിൽ ഇടുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ നമുക്കപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഈ വീഡിയോ സംബന്ധമായിട്ടുള്ള തന്നെ ഒരുപാട് എക്സ്ട്രാ ഇൻഫർമേഷനൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ നന്ദി ഭാവം ഉണ്ടെങ്കിൽ എന്തിനോടാണോ നമുക്ക് നന്ദി ഉള്ളത് അത് കൂടുതലായിട്ട് വരും. നമുക്ക് നമ്മളുടെ ശരീരത്തിനോട് നന്ദി വേണം അല്ലേ? നമുക്ക് ആരോഗ്യപൂർണമായിട്ടുള്ളൊരു ശരീരമുള്ളതിന് നന്ദി, നമുക്ക് നല്ലൊരു മനസ്സുള്ളതിന് നന്ദി അല്ല. എല്ലാത്തിനും, ഓരോ കാര്യത്തിനും, ജീവിതത്തിലുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും, എല്ലാ ബ്ലെസ്സിങ്സിനും നന്ദി പറയുക എന്നുള്ളതാണ്. നന്ദി പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകും. നമ്മൾ മെക്കാനിക്കലായിട്ട്, യാന്ത്രികമായിട്ട് ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ യാതൊരു, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, പ്രയോജനമില്ല. അപ്പോൾ ഈ നന്ദി ഭാവം നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിടത്ത് നട്ടെല്ല് നിവർത്തിയിരിക്കുക എന്നുള്ളതാണ്. നട്ടെല്ല് നിവർത്തിയിരിക്കേണ്ടത് ഏതൊരു സ്പിരിച്വൽ പ്രോസസ്സിനും അത്യന്താപേക്ഷിതമാണ്. നട്ടെല്ല് നിവർത്തിയിരിക്കുമ്പോഴാണ് ആ ഒരു വൈബ്രേഷൻ ട്യൂണിങ് പ്രോപ്പറായിട്ട് നടത്തുന്നത്. നമ്മുടെ ഒരു ബോഡി ഒരു കൈൻഡ് ഓഫ് ട്രയാങ്കിൾ ഷേപ്പിൽ വന്നാൽ കൂടുതൽ നല്ലതാണ്. കാരണം നമ്മൾ കാല് ചമ്രം പണിഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് ബോഡി? ട്രയാങ്കിൾ ഷേപ്പിൽ വരുമ്പോൾ എനർജി റിസപ്റ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ബ്രീതിങ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാം. നട്ടെല്ല് നിവർത്തിയിരിക്കുക, ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയർ ഉയർന്നു വരണം. ഉയർന്നു വരുന്നതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിൽ പറയുക സോ എന്ന് പറയും. പുറത്തേക്ക് വിടുമ്പോൾ ഹം എന്ന് മനസ്സിലാണ് പറയേണ്ടത്. ശ്വാസം വയർ ഉയർന്നു വരികയും വയർ താഴ്ന്നു വരികയും ചെയ്യണം. വയറിലേക്കാണ്, നമ്മളല്ല നെഞ്ചിലേക്കുള്ള ശ്വാസമല്ല. മെഡിറ്റേഷനിൽ നമ്മൾ വയറിലേക്ക് ശ്വാസം എടുക്കാം. വയറിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ ഇൻഹലേഷൻ സോ, എക്സലേഷൻ ഹം മനസ്സിൽ. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? അതിനുശേഷം ഇൻവോക്ക് ചെയ്യാം. ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ട ദൈവത്തിനെ ഇൻവോക്ക് ചെയ്യാം. നമ്മൾ പ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ്, ബോധത്തിനെയാണ്, പരമബോധത്തിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്. വൺ ഹു ഓൾസോ ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ നമ്മളുടെ ഇഷ്ട ദൈവവുമായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. നമുക്കിപ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളിപ്പോൾ യൂണിവേഴ്സ് എന്ന് വിളിച്ചാലും അതിനൊന്നുമില്ല. ആ ഭാവമാണ് നിങ്ങൾ, പ്രപഞ്ച സച്ചിദാനന്ദം, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന, സർവ്വതിനും കാരണമായിട്ടുള്ള ആ ബോധം, കോൺഷ്യസ്നെസ്, അതിനെ ഇൻവോക്ക് ചെയ്ത് ഏത് പേര് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു
ഇഷ്ടദൈവത്തിനെ ഇൻവോക്ക് ചെയ്തിട്ട് നമ്മളുടെ ആവശ്യം എന്താണ് അത് ആദ്യം ഒന്ന് പറയുക. ഇത് പലപ്പോഴും പല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സിലും ഇല്ലാത്തൊരു കാര്യമാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് പറയുക. കൂടുതലും പോസിറ്റീവായിട്ട് ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയുക. എനിക്ക് ഫോർ എക്സാമ്പിൾ വീട് വെക്കണം എന്നുള്ളതാണ്. എനിക്ക് ഈ വർഷം തന്നെ ഒരു വീട് വെക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് പറയുക. ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരു ലോയും ആലോചിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഹൃദയം തുറക്കുക. എന്ത് തെറ്റൊന്നാലും കാര്യമില്ല. നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോടാണ് നിങ്ങൾ പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും പ്രപഞ്ചത്തിലുള്ള ശക്തികളോടല്ല. ഇഷ്ടദൈവത്തിനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവോക്ക് ചെയ്യാം, പറയുക. അതിനുശേഷം സർട്ടൻ ലോസ് വിൽ ബി ആപ്ലിക്കബിൾ. അതിനുശേഷം ഇപ്പോൾ വീട് വെക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഇപ്പോൾ ഈ നിമിഷം അത് വിഷ്വലൈസ് ചെയ്ത് ആക്ട് ചെയ്യാം. നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ ആക്ട് ചെയ്യുക. ദിവാസ്വപ്നമൊക്കെ കാണത്തില്ല ആൾക്കാർ, അല്ലേ? ദിവാസ്വപ്നങ്ങൾ കാണില്ല. അപ്പോൾ ഈ ദിവാസ്വപ്നങ്ങൾ കാണുമ്പോൾ എന്താണ് പ്രത്യേകത? നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അല്ലേ? അതേപോലെ വ്യക്തമായി നമ്മൾ ഇപ്പോൾ വീട് വെച്ച് കഴിഞ്ഞു, നമ്മൾ ആ പാല് കാച്ചി നിൽക്കുകയാണ്, എല്ലാവരും വരുവാണ്, സ്വീകരിക്കുകയാണ്, എല്ലാവരെയും വിളിച്ച് പറയാണ്, അയ്യോ വിളിക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം, എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ പാലുകാച്ചിന് വിളിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ വീട് കാണുന്നതായിട്ട്, എന്തൊക്കെ ചെയ്യാം. വീടിന്റെ ഒരു പിക്ചർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? വെറുതെ ഇരുന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മളുടെ ബ്രെയിൻ വേവ്സ് ആൽഫ സ്റ്റേറ്റ്, ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് വരണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ഇരുന്ന് ഇങ്ങനെ ദിവാസ്വപ്നം, ആഫ്രിക്കയിലും ഒക്കെ ഉള്ള ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ, ഭക്ഷണം പോലും ഇല്ലാത്തവർ, അവരെപ്പോഴും എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഭക്ഷണത്തിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. അവരുടെ മുമ്പിൽ ഭക്ഷണം വരുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അതേപോലെ ജീവിതത്തിൽ എത്രയോ കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാർ, അവരുടെ കഷ്ടതകൾ മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമുക്ക് വെറുതെ ചിന്തിച്ചാൽ വരുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വെറുതെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് BMW, അങ്ങനെയാണ് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു BMW കാർ എനിക്ക് വേണം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വരുമോ BMW കാർ? ആൽഫ സ്റ്റേറ്റിൽ പോകണം. വരാത്തതിനുള്ള ജസ്റ്റിഫിക്കേഷൻ പല ആൾക്കാരും പറയുന്നത് അത് വരും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം എന്നൊക്കെ പറയും. അതൊക്കെ അതിനേക്കാളും ഏറ്റവും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പിരിച്വലി സയൻറ്റിഫിക്കലി ആൽഫ സ്റ്റേറ്റിലേക്ക് ബ്രെയിൻ വരണം. അതിന് റിസപ്റ്റീവ് സ്റ്റേറ്റ്. ആൽഫ സ്റ്റേറ്റിലേക്ക് ബ്രെയിൻ കൊണ്ടുവന്നാൽ ഇതൊരു കോൺഷ്യസ് മാനിഫെസ്റ്റേഷൻ ആണ്. നമ്മളുടെ ബോധത്തിനെ ഉയർത്തി അതിനുശേഷം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് കൊണ്ടോ ഉള്ള മാനിഫെസ്റ്റേഷൻസ് അല്ല. ഇത് പൂർണ്ണമായും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ആ ബോധത്തിനെ ഉയർത്തി ലോവർ ചക്രകളിൽ നിന്ന് ഹയർ ചക്രകളിലേക്ക് ഉയർത്തി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ചെയ്യാം. അത് അവിടെ നിൽക്കുന്നതായി സങ്കല്പിച്ച് ആ ഒരു പൂർണ്ണമായും വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എൻ്റെ ആഗ്രഹം നടത്തി തന്നതിന് ഒരുപാട് നന്ദി ഈശ്വര എന്ന് പറയുക. കാരണം നടന്നു കഴിഞ്ഞു. നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് നടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് വളരെ പ്രാചീനമായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷെ ഇപ്പോഴത്തുള്ള മോഡേൺ ബുക്സിലോ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ലോ ഓഫ് അട്രാക്ഷൻ്റെ ആദിമമായിട്ടുള്ള ആ ഒരു കോറ് കിടക്കുന്നത് സ്ക്രിപ്റ്റേഴ്സിലാണ്. അല്ലാതെ ദ സീക്രട്ടിലോ എബ്രഹാം ഹിക്സിൻ്റെ ബുക്സിലോ റോണ്ട ബ്രൈൻ്റെ മറ്റ് ബുക്സിലോ ഒന്നും അല്ല. അതിനു മുമ്പ് തന്നെ ഒരുപാട് ബുക്സ് ഉണ്ട്. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് മുർഫി,
തോട്ട് പവർ ബൈ സ്വാമി ശിവാനന്ദ. അതാണ് അതിനേക്കാളും കുറച്ചുകൂടെ പഴക്കമുള്ളത്. പക്ഷെ അതിലും പഴക്കമുള്ള സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. യത് ഭാവം തദ് ഭവതി എന്ന് പറഞ്ഞ എന്താണോ നിങ്ങളുടെ ഭാവം അത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും. ഇത് ഉപനിഷത്താണ്. അതേപോലെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് ആസ്ക് ആൻഡ് യു വിൽ റിസീവ്, അല്ലേ? ഇതെല്ലാം സ്ക്രിപ്റ്റേഴ്സിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായും ആ ഒരു ട്രഡീഷണൽ വേയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ആണ്. മെഡിറ്റേറ്റീവ് വേ ആണ് ഞാൻ പറയുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ ഫോൾസ് ഹോപ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഇത് ഫീൽ ചെയ്യും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്. ഫീലിംഗ് എന്താണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അതാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ഫീലിംഗിൽ, കാരണം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ആർ ഫീലിംഗ് ഇറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് കയറും. അത് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ആ ഫോക്കസ് ഉണ്ടാവും. ഈവൻ ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഗോളിലേക്കുള്ള പാത്ത് ഭയങ്കര ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മളിലേക്ക് വരികയും നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ഈ പ്രപഞ്ചശക്തി ഇതൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഈവൻ സൈക്കോളജിക്കലി ദിസ് വിൽ വർക്ക്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതെല്ലാം കണ്ണടച്ചിട്ടാണ് ചെയ്യേണ്ടത്. കാരണം തുടക്കത്തിൽ നമുക്ക് കണ്ണടച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ മൈൻഡ് ഒരുപാട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ സറണ്ടർ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടദൈവത്തിനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ ഇസ് സറണ്ടർ. ഓട്ടോമാറ്റിക്കലി വാട്ട് എവർ ദാറ്റ് ഇസ്, നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടുന്നത് അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണോ അൾട്ടിമേറ്റ് ആയിട്ട് സംഭവിച്ചാൽ നല്ലത് അത് സംഭവിക്കും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായം പറയുക. ഒരു സമയം ഒരു കാര്യം മാത്രം വിഷ്വലൈസ് ചെയ്യാം. അല്ലാതെ രാവിലെ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്ത് വൈകിട്ട് അത് ചെയ്യാം. അത് നമ്മൾ കുറേ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഓവറായിട്ട് ഇത് ഓവറായിട്ടെന്നല്ല, ഇത് കൂടുതലായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തവർക്ക് അത് ചെയ്യാം. പക്ഷെ നമ്മൾ തുടക്കക്കാരൊരിക്കലും ഇത് വൺ തിങ് അറ്റ് എ ടൈം. അല്ലേ, ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ടുണ്ട്, ടേക്ക് അപ്പ് വൺ ഐഡിയ. ഒരു ഐഡിയ ജീവിതത്തിലേക്ക് എടുക്കുക, അത് ജീവിക്കുക. ആ ജീവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. ഒരു ഐഡിയ മാത്രം എടുക്കുക. അപ്പം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ സാധാരണ നോർമൽ ലൈഫിൽ തന്നെ അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് ഒരുപാട് എക്സ്ട്രാ ഇൻഫർമേഷൻസ് വരും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.